ചോദിച്ചാൽ ഒരു ഭാഗത്ത് മുക്കൂട്ട് മുന്നണിയായി വിമോചന സമരത്തിന് ശേഷം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു ഭാഗത്ത് മുക്കൂട്ട് മുന്നണിയായിരുന്നു, മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിരുന്നു. അപ്പോൾ മുക്കൂട്ട് മുന്നണിക്ക് അനുകൂലമായി അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ മുക്കൂട്ട് മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാത്ത ജമാഅത്ത് ഇസ്ലാമി പിഴച്ചു എന്നും ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളെയും ശത്രുക്കളാണ് എന്നും കേരളത്തിലെ മതസംഘടന ഫത്വയിറക്കി 7 പണ്ഡിതന്മാർ ചെന്നുകൊണ്ട്. അഥവാ എപ്പോഴും നമ്മുടെ മതസംഘടനകൾ ചെയ്യാത്ത സാമുദായിക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഫത്വ നൽകിയാണ്. അന്നും അങ്ങനെ നൽകിയും അങ്ങനെ നൽകിയ ഫത്വ ചന്ദ്രിക ദിനപത്രത്തിൽ അച്ചടിച്ചു വരികയും ചെയ്യും. സ്വാഭാവികമായും അതിന് മറുപടി പ്രബോധനത്തിൽ നൽകേണ്ടി വന്നു എന്നത് ശരിയാണ്. 1967 ആയപ്പോഴേക്ക് സംഭവഗതികൾ അടിമുടിമാറി. ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാതിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമാകുമെന്ന കാരണത്താൽ വോട്ട് ചെയ്യാതിരിക്കുന്ന തെറ്റാണ് എന്ന് പറഞ്ഞോ, അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന് പിന്നീട് ലീഗ് തീരുമാനിക്കുക മാത്രമല്ല ലീഗിന്റെ കൂടെയുള്ള മതസംഘടനകൾ അതിന്റെ പ്രധാനങ്ങളായി മാറുകയും ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി ആ ഘട്ടത്തിൽ അക്കാര്യത്തിൽ പ്രത്യേകമായി ഇപ്പോഴെന്തേ എന്ന് ചോദിച്ചിടപെട്ടി. പക്ഷേ ആ ഗവൺമെന്റ് നിലവിൽ വന്നുകൊണ്ട് 2 സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തപ്പോൾ ഒന്ന് ഭാഗ്യക്കുറി നടപ്പാക്കുകയായിരുന്നു, മറ്റൊന്ന് മനഭാരിയ മദ്യനിരോധം എടുത്തു കഴിയുകയായിരുന്നു. ഈ 2 തീരുമാനങ്ങൾ എടുത്തപ്പോൾ ആ തീരുമാനത്തെ ജമാഅത്തെ ഇസ്ലാമി സ്വാഭാവികമായി നിരൂപണം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തു. വിമർശിച്ചത് ഗവൺമെന്റ് തീരുമാനത്തെയാണെങ്കിലും ആ ഗവൺമെന്റ് പങ്കാളികളായ സംഘടനയായതുകൊണ്ട് സാമുദായിക രാഷ്ട്രീയ പാർട്ടി അത് എതിർത്തു എന്നതായിരുന്നു അന്നുണ്ടായ പ്രശ്നം. പിന്നെ ജമാഅത്തെ ഇസ്ലാമും മുസ്ലിം ലീഗും തമ്മിൽ അകന്നു പോയത് അടിയന്തരാവസ്ഥയിലാണ്. അതെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന വസ്തുതയാൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അതിനുശേഷം മുസ്ലിം ലീഗ് പിളർന്നു. ഇങ്ങനെയെല്ലാം എതിർപ്പുണ്ടായിരിക്കെ തന്നെ മുസ്ലിം ലീഗ് 2ആയി മാറിയപ്പോൾ ആ മുസ്ലിം ലീഗിനെ യോജിപ്പിക്കുവാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ അമീറായിരുന്ന മൗലാന മുഹമ്മദ് യൂസുഫ് കേരളത്തിൽ വരികയും ഒരാഴ്ചയോളം അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നതൊരു വസ്തുതയാണ്. പിന്നീട് ജമാഅത്തെ ഇസ്ലാമും മുസ്ലിം ലീഗും തമ്മിൽ ഏറ്റവും അധികം അടുത്ത് ഒന്നിച്ചിടപഴകിയ കാലമായിരുന്നു 1980കളുടെ 2ാം ശരീഅത്ത് സംവാദത്തിന്റെ കാലം. വളരെയേറെ വേദി പങ്കിട്ടെടുത്തുകൊണ്ട് ഈ കാര്യം നിർവഹിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പിന്നീട് പ്രശ്നമുണ്ടാവുന്നത് ശിലാന്യാസ ഘട്ടത്തിലാണ്. അഥവാ വിവാദ ഭൂമിയിൽ ബാബരി മസ്ജിദിന്റെ വിവാദ ഭൂമിയിൽ ശിലാന്യാസം നടത്തിയപ്പോൾ ജമാഅത്ത് പ്രവർത്തകരാൽ നടത്തപ്പെടുന്ന പത്രം നൽകി വിവാദ ഭൂമിയിൽ ശിലാന്യാസം നടത്തിയെന്ന്. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസുകാരായതുകൊണ്ട് ആ കോൺഗ്രസുമായി കേരളത്തിൽ സഖ്യമുള്ളത് കൊണ്ട് മുസ്ലിം ലീഗിന്റെ പത്രം അത് തർക്കഭൂമിയല്ല ശിലാന്യാസം നടത്തിയത് എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുകയും അതൊരു വിവാദമാക്കി മാറ്റുകയും ചെയ്തു. അത് 1989 തുടർന്നാണ് നിങ്ങൾക്ക് ഒക്കെ അറിയാവുന്ന പോലെ സിറാജുന്നീസയുടെ വധമുണ്ടായി. ആ വധം ഒരു പോലീസ് ഓഫീസർമാർ നേതൃത്വം നൽകിക്കൊണ്ട് നടത്തിയ ഒന്നായതുകൊണ്ട് അതിനെ വിമർശിച്ചപ്പോൾ അതൊരു ഭരണകൂടത്തിന്റെ ഭാഗത്തുള്ള തെറ്റാണ്. അതിനെ വിമർശിച്ചപ്പോൾ തങ്ങൾ കൂടി പങ്കാളിത്തമുള്ള ഭരണകൂടത്തെയാണല്ലോ വിമർശിക്കുന്നത് എന്നതുകൊണ്ട് മുസ്ലിം ലീഗ് സ്വാഭാവികമായി അത് തങ്ങൾക്കെതിരെയുള്ള വിമർശമായി എടുക്കുകയായിരുന്നു ചെയ്തത് എന്നതാണ് വസ്തുത. പിന്നീട് ബാബരി മസ്ജിദ് തകച്ചുണ്ടാവുകയും തുടർന്ന് സ്വീകരിച്ച നിലപാട് ഉണ്ടാവുകയും ചെയ്യും. ഇതായിരുന്നു ആ കാര്യത്തിലുണ്ടായ ഇടക്കാലത്തുള്ള പ്രശ്നം. എന്നാൽ അതിനുശേഷവും കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ യോജിപ്പിച്ച് പ്രവർത്തിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തി. അതിൽ ഒന്നായിരുന്നു എറണാകുളത്തെ E.K. അബ്ദുൽ ഖാദിർ സാഹിബും ബാബമൂപ്പനും ഒക്കെ നേതൃത്വം നൽകിക്കൊണ്ട് എറണാകുളത്ത് വെച്ച് നടന്ന 5ഓ 6ഓ സിറ്റിംഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സിറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഒരു സിറ്റിംഗിൽ അവർ പുറത്തുപോയ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത അതിനോട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംഘടനയുടെ നേതാവ് ജമാഅത്ത് നേതാക്കളോട് പറഞ്ഞു, നമ്മളെ യോജിപ്പിക്കാനാണ് ഈ വിഡ്ഢികൾ ശ്രമിക്കുന്നത്, ഇവരെക്കാളെ വിഡ്ഢികൾ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് വെച്ചു. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് മനസ്സിലായി ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുകയും പിന്നെ ജമാഅത്ത് ഇസ്ലാമിൽ താല്പര്യമെടുക്കാൻ നിൽക്കുകയും ചെയ്യും. അതിനുശേഷമായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൽ ഉൾപ്പെടുന്ന ഈ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഗൾഫാർ മുഹമ്മദ് അലി സാഹിബിന്റെ നേതൃത്വത്തിൽ ഇവിടെ മുസ്ലിം സൗഹൃദ വിരുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി സർവാത്മനാ സഹകരിച്ചു. ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള ചില വിട്ടുവീഴ്ചകൾ പോലും ആ കാര്യത്തിൽ ചെയ്തു എന്നതാണ് ശരി. എന്ന് പറഞ്ഞാൽ സമുദായത്തെ നേർക്കുനേരെ ബാധിക്കുന്ന ദ്രോഹകരമായ ചില കാര്യങ്ങളിൽ സാമുദായിക രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമാവുമല്ലോ എന്ന് കരുതി മൗനം വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വസ്തുത. അങ്ങനെയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കെ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പത്രം ചില വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ 31 ലേഖനങ്ങൾ നൽകേണ്ടി. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി മറുപടി എഴുതേണ്ടെന്ന് വെച്ചു. അത് എഴുതേണ്ട എന്ന് വെച്ചത് അതിന് മറുപടി പറയേണ്ട എന്നതൊരു ആദർശപരമായ കാര്യം കൊണ്ടല്ല, പക്ഷെ മറുപടി പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അത് മറുപടി എഴുതുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ പത്രം വാങ്ങുന്ന ആളുകൾ ആ പത്രം വാങ്ങി കൊടുക്കുന്ന
പൈസ അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അത് അച്ചടിക്കുന്ന പത്രത്തിന് വിലയുണ്ട്, കടലാസിനും വിലയുണ്ട്, മഷിക്കും വിലയുണ്ട്, എഴുതുന്നവരുടെ അധ്വാനത്തിന് വിലയുണ്ട്. അതുകൊണ്ട് തൽക്കാലം അത് വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ആ തീരുമാനം വളരെ അർത്ഥപൂർണമായിരുന്നു എന്ന് പിന്നീട് സുനാമി ദുരന്തത്തെ തുടർന്ന് ഉണ്ടായ റിലീഫ് പ്രവർത്തനം തെളിയിക്കുകയും ചെയ്തു. കാരണം സാമ്പത്തിക കുറ്റമായിരുന്നു അതിൽ ആരോപിക്കപ്പെട്ടിരുന്ന എല്ലാ കാര്യവും. ആ ആരോപിക്കപ്പെട്ടിരുന്ന വ്യക്തി അന്നത്തെ ജമാഅത്തെ ഹക്കാമിലായിരുന്ന സിദ്ദീഖ് സാഹിബ്. പിന്നീട് ബഹുമാന്യനായ സിദ്ദീഖ് സാഹിബ് തന്നെ സുനാമി ദുരന്തമുണ്ടായപ്പോൾ സഹായം അർപ്പിച്ചുകൊണ്ട് പരസ്യം കൊടുത്തു. 2,40,00,000 രൂപ മലയാളികളായ ആളുകൾ അതിലേക്ക് നൽകി. മറുഭാഗത്ത് ഈ ആരോപണമൊക്കെ ഉന്നയിച്ച സംഘത്തിന്റെ ഏറ്റവും വലിയ നേതാവ് സ്വന്തം ഫോട്ടോ വെച്ച് പരസ്യം കൊടുത്തു. 14,00,000 രൂപ കിട്ടി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് മനസ്സിലായി അവരെടുത്ത തീരുമാനം ഫലപ്രദമാണ്, യുക്തിഭദ്രമാണ്, വെറുതെ പണിയെടുക്കാത്ത നന്നായി എന്ന് ബുദ്ധിമുട്ടിച്ചു. അതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്ത തീരുമാനം ഇൻഷാ അല്ലാഹ് സ്വാഭാവികമായി ഈ ചോദ്യം വരാനുള്ള സാധ്യത അതുകൊണ്ട് ഞാൻ വിശദീകരിച്ചു. ആ തീരുമാനം അതുപോലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം പോലും അവരുടെ ദീർഘമായ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് എന്നാണ് ഇപ്പോൾ അനുഭവം തെളിയിച്ചിട്ടുള്ളത്. അതിനുശേഷം മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതൃത്വം ജമാഅത്തെ ഇസ്ലാം നേതൃത്വത്തോട്, കേരള നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു നമുക്ക് കൂടിയിരിക്കണം. ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം ഒരു വിഷമവും കാണിച്ചു. മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രമുഖനായ ഇപ്പോഴത്തെ അഖിലേന്ത്യാ സെക്രട്ടറി ബഹുമാന്യനായ ഇ അഹമ്മദ് സാഹിബ്, കേരളത്തിലെ സെക്രട്ടറി മുനീർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വവുമായി കൂടി ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ദീർഘമായ 1.5 മണിക്കൂർ നേരം രാത്രി ബഹുമാന്യനായ ഹർക്കാമീറും അതുപോലെ തന്നെ മറ്റൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ ശുറ അംഗവും ഇ അഹമ്മദ് സാഹിബും MK മുനീർ സാഹിബും ദീർഘമായ 1.5 മണിക്കൂർ സംസാരിച്ചു. കേരളത്തിലും ഇന്ത്യയിലെയും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത് ഐക്യത്തിന് കിട്ടുന്ന, യോജിപ്പിന് കിട്ടുന്ന എല്ലാ അവസരത്തെയും ഉപയോഗിക്കുന്നു. പരമാവധി അത് ഭിന്നിപ്പുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം വിശദീകരണങ്ങൾ നൽകുന്നു. ചിലപ്പോൾ ചില കാര്യങ്ങൾ സമൂഹത്തോട് പറയേണ്ടി വരുമ്പോൾ പറയുന്നു. മുസ്ലിം ഐക്യമെന്ന് തീർച്ചയായും അത് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നും അത് തന്നെയായിരിക്കും അതിന്റെ നിലപാട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമരി സാഹിബിനോടാണ്. കേരളത്തെ കൊക്കക്കോള മുക്തമാക്കാൻ സോളിഡാരിറ്റി ശ്രമിച്ചതും ആ ശ്രമഫലമായി കുറെ ഗ്രാമങ്ങൾ കോളമുക്തമാക്കിയതും പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. എന്നാൽ കേരളത്തെ മദ്യമുക്തമാക്കുവാൻ സോളിഡാരിറ്റി ശ്രമിച്ചതായോ മദ്യമുക്തമാക്കിയ ഗ്രാമങ്ങളുടെ ലിസ്റ്റോ കാണാൻ സാധിച്ചില്ല. അള്ളാഹുവും റസൂലും നിരോധിച്ച മദ്യം നാട്ടിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കെ അതിനെതിരെ പ്രതികരിക്കാതെ തികച്ചും ഹലാലായ ഒരു പാനീയത്തിനെതിരെ ബഹളം വെക്കുന്നത് ദൈവിക ദീനിന്റെ മുൻഗണനാക്രമങ്ങളെ മാറ്റിമറിക്കാനുള്ള തന്ത്രം തന്നെയല്ലേ? മറുപടി പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സോളിഡാരിറ്റിയുടെ കോളാവിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. നിങ്ങൾ മദ്യത്തിനെതിരെ പ്രതികരിക്കുന്നില്ല, കോളയ്ക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുന്നു. ഇതാണ് ചോദ്യത്തിന്റെ സാമാന്യ സ്വഭാവം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മദ്യത്തിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞത് വസ്തുതാപരമല്ല. മദ്യത്തിനെതിരെ എല്ലാവരും പ്രതികരിക്കുന്നു എന്നതാണ് ശരി. അതുകൊണ്ട് സോളിഡാരിറ്റി മാത്രമായി പ്രത്യേകിച്ചൊരു സമരം നടത്തി അതിനുവേണ്ടി സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ല. അതാണ് പ്രശ്നം. എല്ലാവരും കേരളത്തിൽ SNDP പോലും മദ്യത്തിനെതിരെ പ്രതികരിക്കുന്നു. ഇനി എന്താ? സർവ്വ അച്ഛന്മാരും സർവ്വ കന്യാസ്ത്രീകളും സർവ്വ രൂപതകളും സർവ്വ അതിരൂപതകളും മദ്യത്തിനെതിരെ ഭയങ്കരമായ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മദ്യത്തിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടിയോട് പോലും ചോദിച്ചാൽ അവർ മദ്യത്തിന് അനുകൂലമായി അവർ പറയുന്നത് കുറെ ആളുകൾ മദ്യപാനശീലക്കാരായിപ്പോയി നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ താത്വികമായി മദ്യത്തെ അനുകൂലിക്കുന്ന ആരും തരില്ല. മദ്യം ഒരു സാമൂഹ്യ തിന്മയാണ് എന്ന കാര്യം സർവാംഗീകൃതമായ കാര്യമാണ്. ഇത് ചരിത്രത്തിലെ എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിനെതിരെ ശക്തമായ സമരങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ മദ്യം എന്ന് പറയുന്നത് ഒരു നല്ല വസ്തുവായി അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമല്ല. മാത്രമല്ല ഇത് ഒരു സാമൂഹ്യ തിന്മാർഗമായിട്ട് പറയുന്നത്. പക്ഷെ കൊക്കോകോള എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിന്റെ ഉപകരണമാണ്. ഇത് കർമ്മശാസ്ത്രപരമായി കാണേണ്ട ഒരു കാര്യമല്ല. അത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കി തീരുമാനിക്കേണ്ട കാര്യമല്ല. കൊക്കോകോള എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തെ ഇസ്ലാമിക സമൂഹം മാത്രമല്ല ലോകത്ത് മനുഷ്യരാശി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തിന്മ ഏത് എന്ന് ചോദിച്ചാൽ മദ്യമാണോ സാമ്രാജ്യത്വമാണോ എന്ന് ചോദിച്ചാൽ സാമ്രാജ്യത്വം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇത് മദ്യത്തെ ഒരിക്കലും കുറച്ച് കാണുന്നല്ല. അപ്പൊ സാമ്രാജ്യത്വത്തിന് ഏറ്റവും വലിയ ഉപകരണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുരാഷ്ട്ര കുത്തകകൾ, പ്രത്യേകിച്ച് അമേരിക്ക ബ്രിട്ടൻ കേന്ദ്രീകരണമായ ബഹുരാഷ്ട്ര കുത്തകളുടെ മുഴുവൻ പ്രൊമോട്ടർമാരും അതിൽ നല്ലൊരു ശതമാനം സിയോണിസ്റ്റ്
കമ്മ്യൂണിസ്റ്റുകളും യഹൂദരുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിഹിതം, അതിന്റെ ലാഭവിഹിതം 40% ഇസ്ലാമിക രാജ്യത്തെ ഫലസ്തീനികളെയും ലബനാനികളെയും കൊന്നൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് സാമ്രാജ്യത്വ വിരുദ്ധ യുദ്ധത്തിന്റെ ഭാഗമായി ആ വികാരം ശക്തമായി പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഉൽപ്പന്ന ബഹിഷ്കരണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ലോകത്ത് നടക്കുന്ന യുദ്ധത്തിന്റെ മർമ്മം ഒന്ന് വിഭവം ചൂഷണം ചെയ്യുക. പ്രപഞ്ചത്തിലെ ഹലാലായ വിഭവത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, ശുദ്ധമായ വിഭവത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ മാരകമായ വിഷമാക്കി സമൂഹത്തിൽ വിറ്റഴിക്കുക. വിഭവം ചൂഷണം ചെയ്യുക, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക. ഇതിന് രണ്ടിനും സ്വാതന്ത്ര്യം കിട്ടാത്ത പ്രദേശങ്ങളിലാണ് ഈ അധിനിവേശം നടക്കുന്നത്. അപ്പം കുടിവെള്ളം, വെള്ളം എന്ന് പറയുന്നത് ബഹുരാഷ്ട്ര കുത്തകകൾക്ക് ചൂഷണം ചെയ്യാനുള്ളതാണോ അതാത് പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിക്കാനുള്ളതാണോ? പ്ലാച്ചിമടയിലെ വെള്ളം കൊക്കോ കോളയ്ക്ക് ചൂഷണം ചെയ്യാനുള്ളതാണോ അവിടുത്തെ ജനങ്ങൾക്ക് കുടിക്കാനുള്ളതാണോ? ജനങ്ങളുടെ കുടിവെള്ളം ചൂഷണം ചെയ്തുകൊണ്ട് മാരകമായ വിഷാംശം ഉൾക്കൊള്ളുന്ന ഈ പ്രത്യേകമായ ഈ പാനീയം വിറ്റഴിച്ചുകൊണ്ട് അതിന്റെ മുഴുവൻ വരുമാനവും ഈ രൂപത്തിലുള്ള ലോകവ്യാപകമായ കൂട്ടക്കൊള്ളുകൾ വിനിയോഗിക്കുന്ന ഈ സാമ്രാജ്യത്വപരമായി അജണ്ട തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇത് മദ്യത്തെ പോലെ ഇനിയും ആളുകൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മദ്യത്തിന് ഒരു കല്യാണ ശേഷനും പ്രവേശനമില്ല. മുസ്ലിം സമൂഹത്തിലെ പ്രമാരമാരെ മുഴുവൻ കല്യാണ ശേഷനും കൊക്കോ കോളയാണ് വിതരണം ചെയ്യുന്നത്. വലിയ വലിയ സമ്മേളനങ്ങളിൽ കൊക്കോ കോളയാണ് വിതരണം ചെയ്യുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിൽ സ്റ്റേജിലാണെങ്കിൽ മദ്യം വിതരണം ചെയ്യും. എന്തിനേറെ പറയുന്നു, മുസ്ലിം സമൂഹത്തിൽ തന്നെ സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ആളുകൾക്ക് പോലും ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് രസകരമായ സംഭവം പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതം തോന്നും. അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രദേശത്ത് മതപ്രസംഗ പരമ്പര നടക്കുകയാണ്. ആദ്യത്തെ ഒരു മുസ്ലിയാരോട് വന്ന് പറഞ്ഞു, നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന വിഷയം പറയുക. അദ്ദേഹത്തിന് ഉചിതമെന്ന് തോന്നുന്നത് അഫ്ഗാൻ അധിനിവേശമാണ്. അദ്ദേഹം അതിനെ സംബന്ധിച്ച് പ്രസംഗിച്ചു. 4 പേരോടും ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. രണ്ടാമത്തെയാൾ വന്നു, അദ്ദേഹം ഉചിതമെന്ന് തോന്നുന്നത് അഫ്ഗാൻ അധിനിവേശത്തിൽ തന്നെ പ്രസംഗിച്ചു. മൂന്നാമത്തെയാൾ ഇത് തന്നെ പ്രസംഗിച്ചു. സമാപന ദിവസം അവിടെ കൊണ്ടുപോയി ദാനമായി കൊടുത്ത ലേലം കൊക്കോ കോള കുപ്പിയാണ്. ഈ മനുഷ്യൻ കൊക്കോ കോള ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 1 രൂപ, 2 രൂപ, 10 രൂപ, 50 രൂപ, 100 രൂപ, 101 രൂപ പോലോ തക്ബീർ. ഇത് അഫ്ഗാനിസ്ഥാനും കൊക്കോ കോളയും തമ്മിലുള്ള ബന്ധം, അവിടെ വീഴുന്ന ബോംബും കൊക്കോ കോളയും തമ്മിലുള്ള ബന്ധം ഇതിനെ എതിർക്കുന്നവർക്ക് പോലും തിരിച്ചറിയുന്നില്ല എന്നതാണ് ഇത്തരം ചോദ്യങ്ങളുണ്ടായതാണ്. മതപ്രസംഗ സദസ്സിലാണ് കൊക്കോ കോളയ്ക്ക് വേണ്ടി ബോലോ തക്ബീർ മുഴങ്ങുന്നത്. ഇതിൽ നമ്മുടെ ഏറ്റവും സംവേദനക്ഷമമായി കേരളത്തിലെ മുസ്ലിം മതപണ്ഡിതന്മാരുടെ വേദിയിൽ നിന്ന് കേട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സാഹചര്യമാണ് സോളിഡാരിറ്റിയെ വളരെ ശക്തമായി കൊക്കോ കോള, പെപ്സി കോള പോലുള്ള ബഹുരാഷ്ട്ര പുസ്തക ഉൽപ്പന്നങ്ങൾ മാത്രമല്ല വേറെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഇത് മുഴുവൻ ഈ സിയോണിസ്റ്റുകളുടേതാണ്. അവരുടെ ഫണ്ടിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് ലോകത്ത് ഈ മുസ്ലിം സാമ്രാജ്യത്തെ വിരുദ്ധ പോരാളികളെ മുഴുവൻ കൊന്നൊടുക്കുവാൻ വേണ്ടി അഫ്ഗാൻ മുതൽ, ഇറാഖ് മുതൽ, ലബനാൻ മുതൽ, ഇനിയിപ്പോ ഫലസ്തീൻ മുതൽ, ഇനി ഒരു പക്ഷേ സിറിയയിലും ഇറാഖോ ആണെങ്കിൽ അവിടെയൊക്കെ വിനിയോഗിച്ചതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സോളിഡാരിറ്റി കാലഘട്ടത്തിന്റെ ഈ ശബ്ദം. അതുകൊണ്ടാണ് ഇന്ന് അത് നിരോധിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ. ഇത് തുടങ്ങുമ്പോൾ ഉണ്ടായ അവസ്ഥയല്ല ഇന്ന് ഇന്ത്യയിലുള്ളത്. ഇന്ന് ഇന്ത്യയിൽ കൊക്കോ കോളായും പെപ്സി കോളായ്ക്കും എതിരെയുള്ള ഈ സമരം ഇത്രയും വിജയിക്കുമോ എന്ന് സംശയമായിരുന്നു. പക്ഷേ ഈ അത്ഭുതകരമായ സാമ്രാജ്യത്വ വിരുദ്ധ വികാരം സമൂഹത്തിൽ വ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുമ്പോൾ ഇതിനെ ഒരു ഫിഖ്ഹി കാഴ്ചപ്പാടിൽ കാണരുത്. മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് വസ്ത്രം ബഹിഷ്കരിക്കാൻ പറഞ്ഞത് ഒരു കർമ്മശാസ്ത്രപരമായ പ്രശ്നം എന്നതിലേക്കായിരുന്നില്ല. അന്നത്തെ ഉത്തരേന്ത്യയിലെ ദൈവബന്ധി പണ്ഡിതന്മാർ ഇംഗ്ലീഷ് ഭാഷ ഹറാമാണെന്ന് പുറത്തിറക്കി. നമ്മൾ ഇന്നോട് വിരോധിക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ അവരുടെ വികാരം അത് ശരിയായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ പഠിച്ചാൽ അവൻ ബ്രിട്ടീഷുകാരൻ അനുയായിയായി മാറുകയാണ്. അവൻ ബ്രിട്ടീഷ് സംസ്കാരത്തിന്റെ വക്താവായി മാറുകയാണ്. സർവൈലതയെ ശക്തമായി എതിർത്തു. എന്നിട്ടും അന്നത്തെ പണ്ഡിതന്മാർ ഇന്ന് പിന്തിരിപ്പന്മാർ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ അവർ പിന്തിരിപ്പന്മാർ അവർ ശരിക്കും അപകടം തിരിച്ചറിഞ്ഞു. മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. സർപ്പട്ടങ്ങൾ വലിച്ചെറിയാൻ ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് ബിരുദം വലിച്ചെറിയാൻ. എന്തുകൊണ്ട്? അധിനിവേശത്തിനെതിരെയുള്ള ഒരു സമരത്തിന്റെ ഭാഗമായി അവരുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും അവരുടെ ഉപകരണങ്ങളും അവരുടെ വിദ്യാഭ്യാസവും അവർ വസ്ത്രവും ബഹിഷ്കരിക്കുക. ഇത്തരം ഉയർന്ന ഒരു കാഴ്ചപ്പാട് ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാത്മാഗാന്ധിക്കും കോൺഗ്രസുകാർക്കും പ്രകടിപ്പിക്കാമെങ്കിൽ അന്താരാഷ്ട്രത്തിൽ ലോകത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കപ്പെടുക എന്നതായിരിക്കും അവരുടെ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നതിനേക്കാൾ അവർക്ക് ദുഃഖമുണ്ടാക്കുന്ന കാര്യം. അവരുടെ പട്ടാളക്കാർ കൊല്ലപ്പെട്ടാൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണമല്ലോ പട്ടാളക്കാരെ ബലി കൊടുക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇതാണ് ഏറ്റവും വലിയ സമരം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അല്ലാതെ മദ്യത്തെ മദ്യത്തിന് എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. മദ്യമൊന്നും ഒരു കടയിൽ വെച്ച് വ്യാപകമായി വിൽക്കുന്നില്ല. ഏതോ ഷാപ്പിലുള്ള ആവശ്യമുള്ള വിളിച്ചിരുന്നു കുടിക്കലുള്ളൂ. ഇത് സർവ്വ കടകളിലും മാന്യത വന്നിരിക്കുന്നു. എല്ലാ കല്യാണ സ്ഥലത്തിലും, എല്ലാ പൊതുസമ്മേളനങ്ങളും, എല്ലാ വേദികളും ഒക്കെ. ഇതുകൊണ്ടാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മദ്യത്തിന്റെ പ്രാധാന്യം, അതിന്റെ ഗൗരവം കുറച്ചതുകൊണ്ടല്ല കൊക്കോ കോളയ്ക്കെതിരെയുള്ള ഈ സമരത്തിൽ സോളിഡാരിറ്റി ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു. മന്നിതിലെ മായകളിൽ മനസുഖം തേടിയവരെ മതിമറം നാടിയവരെ മനസ്സിന്റെ
മതിലകത്തിൽ മതിരയെ പൂജിച്ചവരെ മദനങ്ങളാടിയവരെ മദനങ്ങളാടിയവരെ ഒരു നാൾ മടങ്ങുമെന്നോർക്കണം ആറടി മണ്ണിലേക്കായി ഒരു നാൾ ചെല്ലുമെന്നറിയണം നാഥന്റെ മുമ്പിലേക്കായി ഒരു നാൾ മടങ്ങുമെന്നോർക്കണം ആറടി മണ്ണിലേക്കായി ഒരു നാൾ ചെല്ലുമെന്നറിയണം നാഥന്റെ മുമ്പിലേക്കായി അഭയം നൽകാനാരുമില്ല നന്മതൻ ചുമടതു മാത്രം അഭയം നൽകാനാരുമില്ല നന്മതൻ ചുമടതു മാത്രം മന്നിതിലെ മായകളിൽ മനസ്സുഖം തേടിയവരെ മതിമറന്നാടിയവരെ മനസ്സിൻ്റെ മതിലകത്തിൽ മതിരയെ പൂജിച്ചവരെ മദനങ്ങളാടിയവരെ ഹൃദയം പവിത്രമതാക്കുക നാഥനെ അറിയുക നമ്മൾ ദീനിൻ വിലക്കുകളൊന്നായി ത്യജിക്കുക ഭൂമിയിൽ നമ്മൾ ഹൃദയം പവിത്രമതാക്കുക നാഥനെ അറിയുക നമ്മൾ ദീനിൻ വിലക്കുകളൊന്നായി ത്യജിക്കുക ഭൂമിയിൽ നമ്മൾ ശാശ്വത ജീവിതം സുഖകരമാക്കാൻ സ്വർഗത്തെ തേടുക നമ്മൾ ശാശ്വത ജീവിതം സുഖകരമാകാൻ സ്വർഗത്തെ തേടുക നമ്മൾ മന്നിതിലെ മായകളിൽ മനസ്സുഖം തേടിയവരെ മതിമറന്നാടിയവരെ മനസ്സിൻ്റെ മതിലകത്തിൽ മതിരയെ പൂജിച്ചവരെ മദനങ്ങളാടിയവരെ മദനങ്ങളാടിയവരെ മദനങ്ങളാടിയവരെ. ഡോക്ടർ സലാം വാണിയമ്പ മറുപടി നൽകുന്നതാണ്. പുനോത്ത് കൂട്ടപ്രാർത്ഥന, നമസ്കാരത്തിലെ കൈകെട്ട്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, സ്ത്രീ പള്ളിപ്രവേശം തുടങ്ങി ഇസ്ലാമിലെ വ്യക്തമായ വിധിയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെ വെറും ശാഖാപരമായി മാത്രം കാണുന്നതായി എതിരാളികൾ ആരോപിക്കുകയും ജമാഅത്തെ ഇസ്ലാമി അത് ശരിവെക്കുകയും ചെയ്യുന്നു. ഈ നിലപാടിലെ ഇസ്ലാമികത ഒന്ന് വിശദീകരിക്കാമോ? ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൽ അഭിപ്രായ വ്യത്യാസം ഒരു കാരണവശാലും അനുവദനീയമല്ലാത്ത കാര്യങ്ങളുണ്ട്. അതേ അവസരം അഭിപ്രായാന്തരങ്ങൾ ആകാവുന്ന വിഷയങ്ങളും ഉണ്ട്. ചോദ്യകർത്താവ് ഉന്നയിച്ച വിഷയങ്ങളിൽ ചിലത് അഭിപ്രായ വ്യത്യാസങ്ങൾ അനുവദനീയമല്ലാത്ത കാര്യങ്ങളാണ്. ഉദാഹരണമായി അള്ളാഹുവിനെ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത്. ഇതുപോലുള്ള അഭിപ്രായ വ്യത്യാസം പാടില്ലാത്ത കാര്യങ്ങൾ പ്രമാണങ്ങളിലൂടെ അള്ളാഹുവും റസൂലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഖണ്ഡിതമായ പ്രമാണങ്ങളിലൂടെ ഒരു അഭിപ്രായ വ്യത്യാസത്തിനും വകുപ്പില്ലാത്ത വിധം വിശദീകരിച്ച പ്രമാണങ്ങളിലൂടെ വിശദീകരിച്ച കാര്യങ്ങളാണ് അവ.
അത്തരം കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ നിലപാട് എന്താണോ അത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും നിലപാട്. അതായത് അഭിപ്രായ വ്യത്യാസം അനുവദനീയമല്ലാത്ത അടിസ്ഥാന വിഷയങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതുപോലുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രസ്ഥാനം വളരെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ്. അതിനാൽ തന്നെയാണ് കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങൾ ഏത് വിധേനയാണോ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അതേ അളവിൽ ചിലപ്പോൾ അതേക്കാൾ കവിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേ അവസരം ഇസ്ലാമിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആകാവുന്ന ചില വിഷയങ്ങളുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലേ അല്ലെങ്കിൽ സഹാബികളുടെ താബിഈകളുടെ കാലം മുതൽ തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ അഭിപ്രായാന്തരമുള്ള വിഷയങ്ങളാണ്. അങ്ങനെയുള്ള ചില വിഷയങ്ങളും ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടുണ്ട്. നമസ്കാരത്തിലെ കൈകെട്ട്, കുനൂത്ത് തുടങ്ങിയ വിഷയങ്ങൾ അതിന്റെ ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഇസ്ലാമിക സമൂഹത്തിൽ ചില വിഷയങ്ങളിൽ ഉണ്ടാകുവാനുള്ള കാരണം പ്രവാചകന്റെ ചില വചനങ്ങളെ മനസ്സിലാക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, അതല്ലെങ്കിൽ പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചില ഹദീസുകൾ സ്വീകരിക്കുന്നതിലും സ്വീകരിക്കാതിരിക്കുന്നതിലുമുള്ള മാനദണ്ഡങ്ങളുടെ വ്യത്യാസങ്ങൾ. അതായത് ചില ഹദീസുകൾ ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവുകയില്ല, ചിലർക്ക് കിട്ടിയിരിക്കും. ചില ഹദീസുകൾ ചില ആളുകളുടെ ഉപാധികൾ വെച്ച് സ്വീകരിക്കാൻ പറ്റുന്നതായിരിക്കുകയില്ല, ചിലർക്ക് അത് പറ്റുന്നതായിരിക്കും. ചില ഹദീസുകളുടെ നിവേദന പരമ്പരയിൽ സ്വീകാര്യരല്ലാത്ത വ്യക്തികൾ ഉണ്ട് എന്ന് ചില ആളുകൾ പറയും. അതങ്ങനെയല്ല, അവർ സ്വീകാര്യരാണ് എന്ന് വേറെ ചില ആളുകൾ പറയും. ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിലാണ് നമ്മുടെ സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്ന ചില വിഷയങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാം ദീൻ അതിനെ കണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നത് ഒരു അനുഗ്രഹമാണ്. കാരണം ഓരോരോ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കും സഹാബികളുടെ കൂട്ടത്തിൽ തെളിവുകൾ കണ്ടെത്തുവാൻ സാധിക്കും. അപ്പോ ഇതുപോലെ അഭിപ്രായ വ്യത്യാസം ആകാവുന്ന ചില ശാഖാപരമായ വിഷയങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മറുപടി, ഈ വിഷയത്തിൽ സലഫ് സാലിഹുകളായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികളായ ഇമാമുകളും എന്ത് നിലപാടാണോ സ്വീകരിച്ചത് അതേ നിലപാട് തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ്. മഹാനായ ഇമാം മാലിക് മുവത്ത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥം രചിച്ചപ്പോൾ അവിടത്തെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഖലീഫ രാജ്യം മുഴുവനും അത് നടപ്പിലാക്കാൻ തീരുമാനമെടുത്ത വേളയിൽ ഇമാം മാലിക് പറഞ്ഞു, അത് വേണ്ട. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പിന്നെ കിടക്കുന്ന പ്രവാചകന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ പല പല വിധത്തിലുള്ള വിവരങ്ങളും പല പല വിധത്തിലുള്ള ഹദീസുകളും ഉണ്ടാകും. എന്നിരിക്കെ എന്റെ ഒരു അഭിപ്രായം മൊത്തം സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. നാം ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. മഹാനായ ഷാവലിയുള്ള ദഹ്ലവി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ വിശദീകരിച്ചിട്ടുണ്ട്, പ്രവാചകന്റെ അനുചരന്മാർക്കിടയിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അവരിൽ കുനൂത്ത് ഓതുന്നവരും കുനൂത്ത് ഓതാത്തവരും ഉണ്ടായിരുന്നു. അവരിൽ നമസ്കാരത്തിൽ പിന്നെ ഫാത്തിഹയിൽ ബിസ്മി പരസ്യമായി ഓതുന്നവരും ഓതാത്തവരും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബിസ്മി തീരെ ഓതിയവരും ഓതാത്തവരും ഉണ്ടായിരുന്നു. ഇങ്ങനെ സഹാബിമാർക്കിടയിൽ തന്നെ ഇതുപോലുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് മഹാനായ ദഹ്ലവി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ സലഫ് സാലിഹുകളുടെ നിലപാട് ഇതുപോലുള്ള വിഷയങ്ങളിൽ വിശാല മനസ്കത കാണിക്കുക എന്നതാണ്. ഏതെങ്കിലും ഒരഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അത് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുക എന്നതല്ല എന്നതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇതുപോലുള്ള വിഷയങ്ങളിൽ ശാഖാപരമായ വിഷയങ്ങളിൽ പരസ്പരം വിട്ടുവീഴ്ച കാണിക്കണം എന്ന് നിരന്തരമായി സമുദായത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഐക്യം എന്ന ഫർളായ കാര്യം അവഗണിച്ചുകൊണ്ട് ഇതുപോലെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കുക എന്ന് പറയുന്ന അനുവദനീയമായ പിന്നെ കാര്യം ഒരിക്കലും ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല എന്നാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. സലഫിസത്തിന്റെ ആചാര്യനായ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ നിലപാട് പോലും ഇതുപോലുള്ള വിഷയങ്ങളിൽ ഇങ്ങനെയായിരുന്നു. തറാവീഹ് നമസ്കാരം 8 നമസ്കരിക്കുന്നവർ, പിന്നെ 20 നമസ്കരിക്കുന്നവർ, 36 നമസ്കരിക്കുന്നവർ, ഇങ്ങനെ പല ആളുകളും സഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇമാം അവറുകൾ പറഞ്ഞത് ഇത്
ഏത് ചെയ്താലും അതൊക്കെ ശരിയാണ് എന്നാണ് ഞാൻ പറയുക. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായവും അതായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് 8-3 11 റക്അത്തല്ലാതെ പ്രവാചകൻ നമസ്കരിച്ചിട്ടില്ല എന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഉണ്ടായിരിക്കെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് തറാവീഹ് നമസ്കാരം തുടങ്ങിയപ്പോൾ അത് 20ആയി. സഹാബികളുടെ കൂട്ടത്തിൽ അധിക പേരും 20 നമസ്കരിക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇസ്ലാമിക ചരിത്രത്തിൽ അതിന്റെ ഏറ്റവും നല്ല തലമുറയിൽ തന്നെ ഇതുപോലുള്ള വിഷയങ്ങളിൽ വിശാല മനസ്കത ഓരോരുത്തരും കാണിക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇതുപോലുള്ള വിഷയങ്ങളിൽ വിശാല മനസ്കത പുലർത്തണം എന്നുള്ളതാണ്. ഖുനൂത്ത് ഓതണം എന്ന് പറയുന്ന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അനുയായികളോട് നമ്മൾ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അതില്ലെങ്കിൽ നമസ്കാരം ശരിയാവുകയില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. കാരണം ഇമാം ഷാഫി തന്നെ അബൂ ഹനീഫയുടെ ഖബറുള്ള ഇറാഖിലെത്തിയപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ട് അന്ന് സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാനിരുന്നിട്ടുണ്ട് എന്നാണ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അനുയായികളോട് ഇസ്ലാമിക പ്രസ്ഥാനം പറയുന്നത്. അതേ അവസരം തന്നെ മറുപക്ഷത്തോട് ഒരിക്കലും ഖുനൂത്ത് ഓതാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളോടും ഖുനൂത്ത് ഓതിപ്പോയി എന്ന് വിചാരിച്ച ഒരു സുബഹി നമസ്കാരം തന്നെ ബാത്തിലാകും എന്ന് പറയുന്നതും ശരിയല്ല. കാരണം ഇമാം ഷാഫിയെ പോലുള്ള ആളുകൾ ഇത് സുന്നത്താണ് എന്ന് പറയുന്നത് അവരുടെ ചില ഹദീസുകളുടെ അനസ് ബിൻ മാലിക്കിൽ നിന്ന് അതുപോലുള്ള സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഫാറഖ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്നത് വരെ റസൂല് പിന്നെ സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിരുന്നു തുടങ്ങിയ ചില ഹദീസുകളുടെ ബലത്തിലാണ് അവർ ഖുനൂത്ത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഖുനൂത്ത് ഓതിയാൽ അതോടുകൂടി സുബഹി നമസ്കാരം ബാത്തിലാകുമെന്ന് വിചാരിക്കുന്നതും ഖുനൂത്ത് ഓതിയിട്ടില്ലെങ്കിൽ സുബഹി നമസ്കാരം ബാത്തിലാകും എന്ന് വിചാരിക്കുന്നതും ശരിയല്ല. ഇതുപോലുള്ള വിഷയങ്ങളിൽ വിശാല മനസ്കത കാണിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. ജമാഅത്തെ ഇസ്ലാമിയും അതുകൊണ്ട് ഈ ഒരു വിശാലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മറുപടി നൽകുന്നത് ഷെയ്ഖ് സാഹിബാണ്. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ച മൗലവി പറഞ്ഞതിൽ നിന്ന് ഒരു സംശയം. വോട്ട് ചെയ്യൽ ആദ്യം ശിർക്കും ഹറാമുമാക്കി അത് പിന്നീട് അനുവാദം നൽകി അതിന് ഖിയാസാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഖബർ സിയാറത്ത് വിരോധിച്ചു, പിന്നെ അനുവദനീയമാക്കി. ഇങ്ങനെ വോട്ട് ചെയ്യൽ അനുവദനീയമാക്കൽ ഏത് നബിയാണ് നിങ്ങളിൽ വന്നിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അനുവദിക്കുന്നത് സ്വീകരിക്കാനും വിരോധിക്കുന്നത് തള്ളാനും മുസ്ലിങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ച് തരാമോ? ഇസ്ലാമിന്റെ ആദർശത്തിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല, ലക്ഷ്യത്തിലും മാറ്റം ഉണ്ടാവുകയില്ല, നയത്തിൽ മാറ്റമുണ്ടാവും. അതിന് പുതിയ പ്രവാചകൻ വരേണ്ടതില്ല, പുതിയ വഹ്യും ആവശ്യമില്ല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ആരംഭിച്ച് സൂറത്തുൽ നാസിൽ അവസാനിക്കുന്ന 114 അധ്യായങ്ങളുടെ ക്രമവും 6236 സൂക്തങ്ങളുടെ ക്രമവും നിശ്ചയിക്കപ്പെട്ടിരുന്നു അല്ലാഹുവിനാൽ. എന്നാൽ 2 കട്ടകൾക്കിടയിലുള്ള ഒരു മുസഹഫ് ആക്കിയിരുന്നില്ല. ഖുർആൻ നിർദ്ദിഷ്ടമാക്കിയ ധാരാളം ആളുകൾ യുദ്ധത്തിൽ വധിക്കപ്പെട്ടപ്പോൾ ഉമർ ഫാറൂഖ് എന്ന് പറഞ്ഞു, ഇതിനെ നമുക്ക് ഗ്രന്ഥരൂപത്തിലാക്കണമെന്ന് നിർദ്ദേശം വെച്ചു. അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞു, പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് സാധ്യമല്ല എന്ന്. ഉമർ അതിന് ന്യായവും യുക്തിയും ബോധ്യപ്പെടുത്തി കൊടുത്തു. അബൂബക്കർ ബോധ്യമായി അതങ്ങനെ ചെയ്തു. അപ്പോൾ ലോകത്തിലെ 130 കോടി മനുഷ്യരുടെ കൈവശമുള്ള മുസ്തഫ് പ്രവാചകൻ അങ്ങനെ ആക്കിയതല്ല, അബൂബക്കർ സിദ്ദീഖ് ഇതിന്റെ കാലത്ത് രൂപപ്പെടുത്തിയതാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ മുർത്തദിനോട് സകാത്ത് നിഷേധത്തോട് യുദ്ധം ചെയ്യണമോ ഇല്ലേ? പ്രവാചകന്റെ കാലത്ത് ആ പ്രശ്നമുണ്ടായില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് പ്രശ്നമുണ്ടായി, യുദ്ധം ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടു. സഹാബികളിൽ പലരും പറഞ്ഞു അരുത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു, അതാണ് ന്യായമെന്ന് അംഗീകരിക്കപ്പെട്ടു. അഥവാ ജമാഅത്തെ ഇസ്ലാമി തീരുമാനമെടുക്കാൻ ഉപയോഗിക്കുന്ന അതേ കൂടിയാലോചന രീതി എടുത്തുകൊണ്ട് മുസ്തഫ് ഉണ്ടാക്കി, മുസ്തഫ് രൂപപ്പെടുത്തി. അതുപോലെ തന്നെയാണ് അന്ന് സകാത്ത് നിഷേധികളോട് യുദ്ധം ചെയ്തത് കൂടിയാലോചിച്ചുകൊണ്ടിരുന്ന തീരുമാനമായി. ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പുതിയ നയനിലപാടുകൾ സ്വീകരിച്ച ഉമർ ഫാറൂഖിന്റെ കാലത്താണ്. ഉമറിന്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. അത് ഒന്നായിരുന്നു നബിയുടെ കാലത്ത് മദ്യപാനിയെ ശിക്ഷ 40 അടി, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് 40 അടി, ഉമറിന്റെ കാലത്ത് നമ്മുടെ നാട്ടിലെ
കാരണം ഇസ്ലാമിക രാഷ്ട്രം ഒമ്പിച്ച വിശാലതയിൽ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. വേണ്ടത്ര തെർബിയത്ത് കിട്ടിയിരുന്നില്ല, ശിക്ഷണം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കള്ളന്മാരെ പോലെ ജയിലടച്ച് തുറന്നാൽ പിന്നെയും ജയിലിൽ കക്കുന്ന ഏർപ്പാടില്ല. അതുപോലെ കുടിച്ച് പിന്നെയും അടി വാങ്ങി പിന്നെയും കുടിക്കാൻ തുടങ്ങി. അപ്പൊ ഉമറുള്ളവന് പറഞ്ഞു, ആലോചന തീരുമാനിച്ചു, ഈ 40 അടി നിർത്തിയാൽ പറ്റില്ല, പ്ലസ് 40 അടി 80 അടി മദ്യപാനിക്ക് ശിക്ഷ, പ്ലസ് മൊട്ടയടി. ഇത് രണ്ടും ഉമറുള്ളവർക്ക് നിയമപരമായ പരിഷ്കാരം. അവർക്ക് സ്ഥിരീകരണ കാലത്തും നബിയുടെ കാലത്തും യുദ്ധത്തിൽ കൈവരുന്ന സമരാർജിത ഭൂമി പട്ടാളക്കാർക്ക് വിതരണം ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഉമറുള്ള കാലത്ത് ആദ്യത്തെ അങ്ങനെ ചെയ്തു. പക്ഷേ ഇറാൻ, ഇറാഖ്, സിറിയ, ജോർഡാൻ, ഫലസ്തീൻ, ഈജിപ്തിൽ തുടങ്ങിയ ഭൂപ്രദേശങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായപ്പോൾ ഉമറുള്ള പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭൂമി വായിച്ചില്ല. ഏത് ഉമറുള്ള പറഞ്ഞു? ഖൈബറിൽ വനീമത്തായി കിട്ടിയ ഭൂമി സ്വീകരിക്കുകയും അത് ഒപ്പം ചെയ്യുകയും ചെയ്ത് അതേ ഉമറുള്ള പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭൂമി വായിച്ചു തരില്ല. അതിന് ചില അടിസ്ഥാന കാരണം പറഞ്ഞു. ഇപ്പോൾ ഞാൻ വിശദീകരിക്കും. സഹാബികൾ ആദ്യം പറഞ്ഞു, യുദ്ധം ചെയ്തവർ ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണ് തരണം പറഞ്ഞു. ഉമറുള്ള ആളെ ബോധ്യപ്പെടുത്തി കൊടുത്തു, സാഹചര്യം മാറിയിരിക്കുന്നു, അവസ്ഥകൾ മാറിയിരിക്കുന്നു, അതുകൊണ്ട് വ്യക്തമാറണം, അവസ്ഥ മാറി വ്യക്തമാറണം, അതുകൊണ്ട് നിങ്ങൾക്ക് തരികയെന്ന് പറഞ്ഞു. അത് അംഗീകരിച്ചു, കൊടുത്തില്ല. പകരം ആ നാട്ടാളുകൾക്ക് ഭൂമി തിരിച്ചു കൊടുത്തു. അവർക്ക് നിശ്ചിതമായ നികുതി വാങ്ങി, നിശ്ചയമായ പാട്ടം വാങ്ങി, അത് ബൈക്കിൽമാരി ചേർത്തു. അതുപോലെ തന്നെ മുല്ലപ്പുരവിൽ സക്കാത്ത് ഇസ്ലാം നിശ്ചയിച്ച 8 അവകാശികൾ ഒന്നാണ് മുല്ലപ്പുരു. നികുതി നേടി കൊടുത്തു, അവർക്ക് വാങ്ങി കൊടുത്തു. ഉമറുകാലത്ത് വീണ്ടും അവർ വന്നു, ഞങ്ങൾക്ക് സക്കാത്ത് വാങ്ങി, ഞങ്ങൾ മുല്ലപ്പുരു വാങ്ങുന്നു. തരില്ല, കാരണം ഇസ്ലാമിക രാഷ്ട്രം ഇനി സുശക്തമാണ്. ഇനി വലപ്പത്തേക്കല്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് ഒന്നോട് അന്നെ കാട്ട് കൊടുത്തോളൂ, രണ്ടൊന്നും ചെയ്തു, ഇനി നിങ്ങൾക്ക് സക്കാത്തുണ്ടാവും. അംഗീകരിക്കേണ്ടി വന്നു സമൂഹം. മുല്ലപ്പുരവിൽ സക്കാത്ത് ഇസ്ലാമിനുണ്ട്. പക്ഷേ അവസ്ഥ മാറിയപ്പോൾ നടപ്പാക്കേണ്ടതില്ല എന്ന് പുതിയ നയം സ്വീകരിച്ചു. സാഹചര്യം മാറുമ്പോൾ നയം മാറും. അത് എഴുവാണ് പറഞ്ഞ ബൈത്തുൽമാൽ നബിയുടെ കാലത്തുണ്ടോ? അവർക്ക് സ്ഥിതികളുടെ കാലത്തുണ്ടോ? ഇല്ല. പക്ഷേ ബഹ്റൈനിൽ അബൂഹുറൈറ 5 ലക്ഷം ദിർഹം കൊണ്ടുവന്ന് മദീന പള്ളിയിൽ കൊണ്ടുവന്നു. സക്കാത്തും വലീമത്തും ഉമർ ചോദിച്ചു, ഞാൻ അറിഞ്ഞു തരണോ തൂക്കി തരണം, എണ്ണി തരണോ? അപ്പൊ സഹാബികൾ ഒരാൾ പറഞ്ഞു, ആ സ്ത്രീയെക്കാൾ ചെയ്യാൻ പറ്റില്ല, എന്താണ് അത് ശേഖരിച്ചു വെക്കുക, മാസത്തിൽ പരീക്ഷ കൊടുക്കുക. വളരെ ബോധിച്ചു ചെയ്തു. അങ്ങനെയാണ് മസ്ജിദ് നബിയുടെ കെട്ടിടമുണ്ടാക്കി ബൈത്തുൽമാലാക്കി പാരാവാൻ ഏർപ്പെട്ടു. അങ്ങനെ മാസം തോറും കൊടുക്കാൻ പോയി. അപ്പൊ പ്രശ്നമുണ്ടായി. കലണ്ടർ നമ്മുടെ ഹിജറ കമ്മിറ്റിണ്ട്, ഹിലാൽ കമ്മിറ്റിണ്ട്, ഇവരൊക്കെ ഉണ്ടാക്കുന്ന കലണ്ടർ നബിണ്ടാക്കില്ല. നബിയുടെ കാലത്ത് കലണ്ടറുണ്ടോ? അവർക്കെല്ലാം കാലത്ത് കലണ്ടറുണ്ടോ? കലണ്ടർ ഉണ്ടായിട്ടറിയോ? ഉമറുള്ള കാലത്ത് ഹിജറ 16-ാമത്തെ കൊല്ലത്ത് കലണ്ടർ ഉണ്ടായി. കാരണം എന്താ പറയുക, മാസം തോറും നിരന്തരം ചെയ്യണം. അവർ കണക്ക് വേണം. കണക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാൻ ചോദിച്ചു. അവർ പേശിയ കലണ്ടർ ഉണ്ട്, 2 ആഴ്ച അവിടെ പഠിച്ചു വന്നു. അങ്ങനെ അതനുസരിച്ച് ആ രീതി ഉപയോഗിച്ചു, അടിസ്ഥാനം ഉപയോഗിച്ച രീതി ഉപയോഗിച്ചുകൊണ്ട് കലണ്ടർ ഉണ്ടാക്കിയതാണ് ഹിജറ കലണ്ടർ. അതുപോലെ തന്നെ ഇസ്ലാമിക കാര്യങ്ങൾ ഫയലിൽ സൂക്ഷിക്കേണ്ടി വന്നു. മാസം തോറും കൊടുക്കുമ്പോൾ ഫയൽ സൂക്ഷിക്കണം. എന്താ ചെയ്യുക? അപ്പൊ ഓഫീസാണ്. അങ്ങനെയാണ് പേർഷ്യൻ രീതി അനുസരിച്ച് ലീവാണ് ഉണ്ടാക്കി, അങ്ങനെയാണ് ഓഫീസ് ഉണ്ടാക്കി. അതുപോലെ തന്നെ 3 തലാഖും ഒന്നിച്ചെയ്യാൻ ഒന്നായിരുന്നു നബിയുടെ കാലത്ത്. അവർക്ക് സ്ഥിതികളുടെ കാലത്തും 1. പക്ഷേ ആളുകൾ കുട്ടികളെ അപ്പൊ പറഞ്ഞു പറ്റില്ല, ശിക്ഷ 3 ഒന്നിച്ചല്ല 3. ശരി, ഇന്ത്യയിലുള്ള സ്ത്രീയെ കല്യാണം കഴിക്കാൻ നിഷിദ്ധമാണ്. പക്ഷെ കല്യാണം കഴിച്ചാൽ വിവാഹബന്ധം ഒരിക്കലും ദുർബലമല്ല ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുസരിച്ച്. ഈ സാഹചര്യത്തിൽ ഞാൻ അനുവദിച്ചില്ല. അഥവാ ഉമർ റളിയല്ലാഹു തന്റെ കാലഘട്ടത്തിൽ ഒരുപാട് നിയമവിഷയങ്ങൾ വെച്ചു, പുതിയ നയങ്ങൾ സ്വീകരിച്ചു, പുതിയ നിലപാടുകൾ സ്വീകരിച്ചു. ഉസ്മാൻ അഫ്ഫാന്റെ കാലത്ത് സമൂഹം വിശാലമായപ്പോൾ സാഹചര്യം മാറിയപ്പോൾ വെള്ളിയാഴ്ച ദിവസം 2 ഭാഗം ഫാറൂഖ് അബുത്തമാഹയുടെ കാലം ദീർഘദീർഘകാലം 2 ഭാഗം വെച്ചു. ഫാറൂഖ് കോളേജ് ഞാനൊക്കെ പഠിക്കുന്ന 1 പഠിക്കുന്ന ആൾക്കൊക്കെ 2 ഭാഗം. അത് ആ സാഹചര്യത്തിന് ആവശ്യമാണ്. 2 ഭാഗം വേണം. ചില ഓഫീസുകൾ ഇപ്പോഴും വേണ്ടി 2 വാങ്ങി, അവിടെ 2 വാങ്ങി, അല്ലാത്ത ഒരു വാങ്ങി. സാഹചര്യം അനുസരിച്ച് നയം സ്വീകരിക്കേണ്ടി വരും. ഉമർ 2-ാമത്തെ കാലത്ത് ഈജിപ്തിലെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. അപ്പൊ പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ ജിസിയ നൽകേണ്ടതില്ല, ജിസിയ നയം സാഹചര്യം മാറുമ്പോൾ നയമോ അങ്ങനെ ഒരുപാട് വിശദീകരിക്കില്ല. ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി ഷിർക്കാൻ വന്ന അന്നും ഷിർക്കാൻ ഇന്നും ഷിർക്കാൻ എന്താ ഷിർക്കാൻ തോന്നി? അത് വേണമെങ്കിൽ മുമ്പ് ചോദ്യം, ഈ രാജ്യത്ത് ഏത് വ്യക്ത വേണമെന്നാണ് സത്യവിശ്വാസം ആഗ്രഹിക്കുന്നത്? മൻമോഹൻ സിംഗിന്റെ ഭരണം വേണമെന്നാണോ ഉമർ ഫാറൂഖ് ഭരണം വേണമെന്നാണോ സത്യവിശ്വാസം ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യം എന്റെ സംസാരം കേൾക്കുന്ന ഈ രാജ്യത്തെ മുഴുവൻ വിശ്വാസികൾ സ്വന്തത്തോട് ചോദിക്കും. ഞാൻ അടിയുറച്ച് പറയുന്നു, ഉമർ ഫാറൂഖ് എന്ന ഭരണമല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് മൻമോഹൻ സിംഗിന്റെ ഭരണമാണ് എന്ന് ഏതെങ്കിലും ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അയാൾ ഇസ്ലാമിക സമൂഹത്തിന് അംഗമല്ല. ഈ രാജ്യത്ത് ഏത് വ്യവസ്ഥ വേണം? അള്ളാഹുവിന്റെ വ്യവസ്ഥയോ
അപ്പോൾ ഈ രാജ്യത്ത് ഇസ്ലാമിക വ്യവസ്ഥ വന്നാലും ഈ രാജ്യത്ത് ഖലീഫ ഉമർ ഫാറൂഖിന്റേത് പോലുള്ള പോലുള്ള വ്യവസ്ഥയും ഭരണവും വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ സത്യവിശ്വാസികളുടെ സമൂഹത്തിൽ പെട്ടവരെയാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരത്ത് പോകണമെന്ന്. ഏത് വണ്ടിയിലാകരുത്, കാസർഗോഡ് വണ്ടിയിലാകരുത്. വണ്ടി തിരുവനന്തപുരത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് കാസർഗോഡേക്ക് പോകുന്ന വണ്ടി കയറുന്ന ആളുകൾക്ക് കോഴിക്കോട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് കുതിരവട്ടം, അവിടെയാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ വ്യവസ്ഥയും അള്ളാഹുന്റെ ഭരണവുമാണെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കാം. അപ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി അനുഭവപ്പെട്ടു. അതിന്റെ ഈ ചോദ്യം അതുകൊണ്ട് തന്നെ അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ്, നിഷിദ്ധമാണ്, അനിസ്ലാമികമാണ്, ജാഹിലിയമാണ്. ഒന്നുകൂടി ആവർത്തിക്കാം. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്ത് പറഞ്ഞു? 4 ഒന്നിന് അനിസ്ലാമിക വ്യവസ്ഥ, ദൈവേതര വ്യവസ്ഥ, ജാഹിലിയ വ്യവസ്ഥ, താവൂത്ത് വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് വോട്ട് രേഖപ്പെട്ടു തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, ഒരു മാറ്റമുള്ള യാദൃശ്യം. ഒരു മാറ്റം മാറുന്നു. അതുകൊണ്ട് ഒരു മാറ്റം ഉപയോഗിച്ചാൽ തിരിക. പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ടിൽ നിന്ന് ഒരൊറ്റ ജമാഅത്തെ നമുക്കാൻ അനിസ്ലാമിക വ്യവസ്ഥ ഈ രാജ്യത്ത് വരണമെന്നോ നിലനിൽക്കണമെന്നോ ആഗ്രഹിച്ചെന്നല്ല ആ വോട്ടിൽ. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെ മുഖ്യ താൽപര്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവർ വോട്ട് രേഖപ്പെട്ടത്. ജമാഅത്തെ ഇസ്ലാമി 1961 ഡിസംബറിൽ തീരുമാനമെടുത്ത് 1985 പ്രയോഗവൽക്കരിക്കാൻ തീരുമാനിച്ചത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും മുഖ്യ താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി ലക്ഷ്യം രാഷ്ട്രീയത്തെ ഉപയോഗിക്കാണ്. ഇസ്ലാമത്തിന്റെ ഭാഗമായ മുസ്ലിം മുഖ്യ ഇസ്ലാമിന്റെ മുഖ്യ താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്താമെന്നാണ് തീരുമാനിച്ചത്. അതുപോലെ എന്തിനു വേണ്ടി ചെയ്യുന്നത്? പക്ഷം കബറിനെടുത്ത് 2 തരത്തിൽ ആളുകൾ പോയിക്കാണ്. ഒന്ന്, കബറിലുള്ളവരോട് പ്രാർത്ഥിക്കാൻ ശിർക്ക്. 2, കബറുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇബാദത്ത്. ഒരേ കാര്യം രണ്ടാകും. നമസ്കാരം അല്ലാഹുവിന് വേണ്ടി നിർവഹിച്ചാൽ ഇബാദത്ത്, അശ്രദ്ധമായി നിസ്കരിച്ചാൽ ഹറാമ്, ജനം കാണാൻ വേണ്ടി നിസ്കരിച്ചാൽ ശിർക്ക്. പാമ്പിന്റെ ചിത്രം ഇവിടെ വരച്ചാൽ ഒരു കലാകാരന്റെ ചിത്രം, നാഗദേവതയെ ഉദ്ദേശിച്ച് വരച്ചാൽ ശിർക്ക്. അതാ സംഭവം. ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് ദൈവേതര വ്യവസ്ഥ, അനിസ്ലാമിക വ്യവസ്ഥ, ജാഹിലിയ വ്യവസ്ഥ, താവൂത്ത് വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ അല്ല. പിന്നെ രാഷ്ട്രീയത്തിൽ ദീനില്ലാന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയായിക്കോട്ടെ, ജമാഅത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അന്ന് ശിർക്കാണെന്ന് പറഞ്ഞ് ഇന്ന് ശിർക്കാണ്, വലിയ ശിർക്കാണ് മാറ്റിയിട്ടില്ല. പിന്നെ പുതിയ നയം സ്വീകരിച്ചിട്ടുണ്ട്, എന്നും സ്വീകരിക്കും. അത് ഇന്നോളമുള്ള ഇസ്ലാമിക സമൂഹം സ്വീകരിച്ചിട്ടുണ്ട്. അഥവാ കാലത്തിനനുസരിച്ച് നയം മാറിയില്ല എങ്കിൽ 2 സംഭവിച്ചു. ഒന്നുകിൽ അവർ ചരിത്രത്തിന്റെ തലച്ചോട്ടയിലേക്ക് തൂത്തുമാറ്റപ്പെടും, അതല്ല എങ്കിൽ അവർ ജീർണമായി മാറും, അല്ലെങ്കിൽ അവർ അടിസ്ഥാനത്തിൽ അവർ തെറ്റിപ്പോകേണ്ടി വരും. അതല്ല എങ്കിൽ അവർ കാലത്തിനനുസൃതമായി പുതിയ നയനിലപാടുകൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വേറെ പിരിഞ്ഞു പോകും. അതിനൊക്കെ കേരളത്തിൽ ഉദാഹരണം നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുവാനാണ്. മറുപടി പറയേണ്ടത് സലഫു സാലിഹുകളുടെ മാർഗത്തിൽ നിന്ന് തികച്ചും വ്യതിചലിച്ചു പോയ ഒരു സാധാരണ പത്രപ്രവർത്തകൻ മാത്രമല്ലേ അബുലാല മൗലവി എന്ന പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചൊല്ലാവുന്നതാണ്. അദ്ദേഹം നരകത്തിലാണ് എന്നൊക്കെ നിർഭാഗ്യവശാൽ നമ്മുടെ ചില സഹോദരന്മാർ കേരളത്തിന്റെ തെരുവുകളിൽ പ്രസംഗിച്ച് നടക്കുകയും അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയും ചെയ്യുന്നുണ്ട്. ഒരു സാമാന്യ മുസ്ലിമായ ഒരു സഹോദരനോട് പാലിക്കേണ്ട മര്യാദ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ പാലിക്കപ്പെടാതിരിക്കുമാറ് നാം നമ്മുടെ ദീനീബോധം സ്വയം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. മൗലാന മൗദൂദി സലഫുസാലിഹുകളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരു കേവല പത്രപ്രവർത്തകൻ, വ്യതിചലിച്ച ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിന് മുമ്പ് തങ്ങളുടെ തന്നെ ആചാര്യന്മാർ, മൗദൂദി സാഹിബിന്റെ സമകാലികരായ സലഫി പണ്ഡിതന്മാർ എങ്ങനെയാണ് അദ്ദേഹത്തെ നോക്കിക്കണ്ടത് എന്ന് പഠിച്ച് അറിഞ്ഞ ശേഷം ആവേണ്ടിയിരുന്നു എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ രംഗപ്രവേശത്തോടുകൂടി
സെലഫിസത്തിന്റെ ശരണി സ്വീകരിച്ച ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രമാണ് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യം നിങ്ങൾക്കറിയാം, അത് ലോകത്തെ ഇസ്ലാമിന് വേണ്ടി ഏറ്റവും അധികം സേവനം ചെയ്ത വ്യക്തികളെ തെരഞ്ഞെടുക്കുന്ന ഫൈസൽ അവാർഡ്, ആദ്യമായി ഈ ഫൈസൽ അവാർഡ് സൗദി അറേബ്യ എന്ന സലഫി രാഷ്ട്രം കൊടുക്കാൻ തീരുമാനിച്ചത് ഇമാം അബുല്ലാല മൗദൂദിക്ക് ആയിരുന്നു. അതേ സലഫി രാഷ്ട്രമായ സൗദി അറേബ്യ ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണമെന്ന് തീരുമാനമെടുത്ത് മദീന യൂണിവേഴ്സിറ്റി എന്ന പേരിൽ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ആ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഉണ്ടാക്കുവാൻ പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തി അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുവാൻ ആവശ്യപ്പെട്ടത് ഈ ലഅനത്തുല്ലാഹി അലൈഹി ചെല്ലാമെന്ന് പറയുന്ന ഈ ആളുകളുടെ അവർ കൂടി അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുള്ള സൗദി അറേബ്യയിലാണ് ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മൗദൂദി സാഹിബിന്റെ മബാദിഉൽ ഇസ്ലാം, ഇസ്ലാം മതം എന്ന മലയാളത്തിലുള്ള കൃതിയുടെ അറബി പരിഭാഷയായ, അത് 50ഓളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു കൃതിയാണ്. ഇതിന്റെ അറബി പരിഭാഷയായ മബാദിഉൽ ഇസ്ലാം എന്ന കൃതി ഇന്ന് പല അറബ് രാജ്യങ്ങളിലെയും സിലബസുകളിൽ ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കുവാൻ ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേ സൗദി അറേബ്യയിൽ തന്നെ ഇസ്ലാമിക നവോത്ഥാന നായകന്മാരെയും ആധുനിക കാലഘട്ടത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും പരിചയപ്പെടുത്തുന്ന ചരിത്ര കൃതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെയും മൗദൂദിയെയും സംബന്ധിച്ച് ഒരു പ്രത്യേകമായി പാഠം തന്നെ നമുക്ക് അവരുടെ പാഠപുസ്തകത്തിൽ കണ്ടെത്താവുന്നതാണ്. സർവോപരി മൗദൂദി സാഹിബ് മരിച്ചപ്പോൾ ഗായിബായ മയ്യത്തിനെ നമസ്കരിക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരായ സലഫികൾ വളരെ അപൂർവമായി മാത്രമേ ഹറമിൽ ഗായിബായ നമസ്കാരം നിർവഹിക്കാറുള്ളൂ. അങ്ങനെ നിർവഹിച്ച ഒരു നമസ്കാരമായിരുന്നു മൗദൂദി സാഹിബ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് പാകിസ്ഥാനിലായിരിക്കെ തന്നെ സൗദി അറേബ്യയിൽ നമസ്കാരം ഹറമിലെ ഇമാമിന്റെ നേതൃത്വത്തിൽ ഇവർ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചെല്ലണമെന്ന് പറയുന്ന ഈ മൗദൂദിക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നടന്നു എന്ന കാര്യവും നമുക്ക് അറിയാവുന്നതാണ്. ഈ മൗദൂദി ജീവിച്ചിരിക്കുന്ന മൗദൂദിയല്ല, മരിച്ച മൗദൂദിയും മനുഷ്യരുടെ മനസ്സിൽ അനശ്വരനാകണം എന്ന് തീരുമാനിച്ചത് കൊണ്ട് ഇതേ സലഫി സൗദി അറേബ്യ തന്നെ ജിദ്ദയിലെ അവരുടെ റോഡുകളിൽ ഒന്നിന് ഷാരിൽ മൗദൂദി, ഇമാം മൗദൂദി റോഡ് എന്ന് പേരിട്ടത് ഇപ്പോഴും നമുക്ക് വായിക്കാൻ സാധിക്കും. ഇന്ന് ജീവിച്ചിരിപ്പുള്ള കുവൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സലഫികളുടെ വേദിയായ ജമിയത്ത് ഇഹ്യാഇ തുറാത്തുൽ ഇസ്ലാമി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ജോലി ചെയ്യുന്ന പണ്ഡിതനായ ജീവിച്ചിരിപ്പുള്ള സലഫി പണ്ഡിതരിൽ അഗ്രഗണ്യനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖിനോട് ഞാൻ ചോദിച്ചു, അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ, മൗലാന മൗദൂദിയെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം എഴുതിയ അൽ മുസ്തലഹാത്തുൽ അർബഅ, ഖുർആനിലെ 4 സാങ്കേതിക പദങ്ങൾ മൗദൂദി ചിന്തയുടെ കാമ്പായിട്ട് പിന്നെ ഗണിക്കപ്പെടുന്ന, ഇന്ന് പല ആളുകളും വ്യതിചലിച്ച മൗദൂദി ചിന്തകൾ എന്ന് പറയുന്ന ആ ചിന്തയുടെ അടിസ്ഥാനമായ ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ എന്ന് പറയുന്ന 4 സാങ്കേതിക സത്യങ്ങളെ വിശദീകരിക്കുന്ന ഈ കൃതിയെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ ചില സലഫികളുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൗദൂദി എന്ന് പറയുന്നത് ഒരു മഹാനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ നിങ്ങൾ ഈ പറയുന്ന ഗ്രന്ഥം കിതാബുൻ അലീം ഒരു മഹത്തായ ഗ്രന്ഥമാണ്. സയ്യിദ് ഖുത്ബി എന്ന് പറയുന്ന വെറും ഒരു സെക്കുലർ സാഹിത്യകാരനെ മാറ്റിയെടുത്തത് മൗലാന അബുല്ലാല മൗദൂദി എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ചിന്തകനാണ്. അത് തന്നെ മതി അദ്ദേഹത്തിന് നേട്ടമായി എന്ന് പറഞ്ഞ് മൗദൂദിയെ സംബന്ധിച്ച് അദ്ദേഹം ദീർഘമായി സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, ലോകത്തിലെ ബാക്കിയുള്ളവരെ മുഴുവനും മാറ്റിവെക്കുക. മൗദൂദിയുടെ കാലത്ത് ജീവിച്ച, ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫി പണ്ഡിതന്മാർ എങ്ങനെയാണ് മൗദൂദിയെ കണ്ടത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഖത്തറിൽ ഷെയ്ഖ് ആൽ മഹ്മൂദ് അറിയപ്പെട്ട സലഫിയാണ്, സലഫി പണ്ഡിതനാണ് റഹിമഹുല്ലാഹ്. അദ്ദേഹം ആരെയും സ്വീകരിക്കാൻ വേണ്ടി പോകാറില്ല. ഇമാം അബുല്ലാല മൗദൂദി ഖത്തറിലെത്തിയപ്പോഴാണ് ആദ്യമായി വിമാനത്താവളത്തിൽ പോയി സലഫി പണ്ഡിതനായ ആൽ മഹ്മൂദ് മൗദൂദിയെ സ്വീകരിച്ചത് എന്നത് ഖത്തറിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു. ഇപ്പോ ലോകത്തുള്ള അറിയപ്പെട്ട സലഫി പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടിലുള്ളത് പോലുള്ളവരല്ലാത്ത, ഇതേക്കുറിച്ച് വിവരങ്ങളില്ലാത്ത ആളുകളെ മാറ്റി നിർത്തിയാൽ ലോകത്തെ അറിയപ്പെട്ട
ഒരു സലഫി പണ്ഡിതനും മൗദൂദി സാഹിബിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ചിന്തകളെ വ്യതിചലിച്ച ചിന്തകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. പകരം ഈ നൂറ്റാണ്ടിലെ 20-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക നവോത്ഥാന നായകരിൽ ഒരാളായി ഇസ്ലാമിന് വലിയ സേവനങ്ങൾ ചെയ്ത ഒരു മഹാനും ആയിട്ടാണ് മൗദൂദിയെ വിലയിരുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ വിലയിരുത്തിയ സലഫി പണ്ഡിതന്മാരെക്കാൾ എല്ലാം വിവരമുള്ളവരാണ് നാം എന്ന് നമ്മെപ്പറ്റി നമ്മൾ ധരിക്കരുത്. മറുപടി പറയുന്നത്, ഞാൻ 2 കാര്യം നിങ്ങളിൽ വിട്ടേച്ച് പോകുന്നു, അത് പിൻപറ്റിയാൽ നിങ്ങൾക്ക് വിജയിക്കാം. അതെത്ര വിശുദ്ധ ഖുർആനും എന്റെ സുന്നത്തും എന്ന നബിവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനും സുന്നത്തും അർത്ഥവും വ്യാഖ്യാനവും സഹിതം ഗ്രന്ഥങ്ങളിൽ ലഭ്യമായിരിക്കെ ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന് വ്യക്തിപരമായി അവ പിൻപറ്റി ജീവിച്ചാൽ തന്നെ സമ്പൂർണ്ണ ഇസ്ലാമിക ജീവിതം സാധ്യമാവുകയില്ലേ? ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, സുന്നി തുടങ്ങിയ ഏതെങ്കിലും ഒരു സംഘടനയിൽ തന്നെ ചേർന്ന് പ്രവർത്തിക്കണം എന്ന് പറയുന്നത് ആ പാർട്ടികളുടെ സംഘീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ലേ? മറുപടി പ്രതീക്ഷിക്കുന്നു. ഖുർആനും സുന്നത്തും പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് സ്വന്തം ജീവിതത്തിൽ പകർത്തി ജീവിച്ചാൽ പോരെ ഏതെങ്കിലും സംഘടിതമായ പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ടോ എന്ന മൗലിക പ്രധാനമായ ഒരു ചോദ്യമാണ് ഇതിലുള്ളത്. ഇത്തരമൊരു ചോദ്യം ഉണ്ടായതിന്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. നമ്മുടെ കേരളം പോലുള്ള പ്രത്യേകമായ പ്രദേശങ്ങളിൽ സംഘടനാ പക്ഷപാതിത്വം വ്യാപകമാവുകയും സംഘടനകൾ തമ്മിലുള്ള അകൽച്ച രൂക്ഷമാവുകയും മിക്കവാറും സംഘടനകളൊക്കെ പരസ്പരം പിളർന്ന സംഘടനകൾ ഏതെങ്കിലും ഒരു സംഘടന പിളർന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കടുത്ത ശത്രുത തങ്ങളിൽ നിന്നും പിളർന്നു പോയവരോടായിരിക്കും, മറ്റുള്ളവരോടായിരിക്കും. അതൊരു പ്രകൃതിപരമായ ഒരു കാര്യമാണ്. കുടുംബത്തിൽ നിന്ന് ഒരാൾ പിളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കുടുംബാദികൾക്ക് ആ പിളർന്നു പോയവരോടായിരിക്കും ഏറ്റവും അധികം ശത്രുത. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില ആളുകൾ അസംഘടിത ഇസ്ലാം, കാരണം സംഘടിത ഇസ്ലാമാണ് ലോകത്ത് ഇവിടെയും നേരത്തെ പറഞ്ഞ സാമ്രാജ്യത്വം എന്ന് പറയുന്ന സുപ്രധാനമായ പ്രശ്നമുണ്ട്. സംഘടിത ഇസ്ലാമാണ് സാമ്രാജ്യത്വത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ അനുകൂലമായ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അസംഘടിത ഇസ്ലാം ഇത് ഒരു അജണ്ടയാക്കി സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും സ്വന്തം ജീവിതത്തിൽ വ്യക്തിപരമായ അടിസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചാൽ പോരെ എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുഴുവനും പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അതിൽ വ്യക്തി ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ എങ്കിൽ വ്യക്തി ജീവിതത്തിൽ മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുക എന്ന കാര്യം നടപ്പാക്കാൻ കഴിയുമെന്നെങ്കിൽ വെക്കുക. ഇവിടെ വ്യക്തി ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്, അതല്ല സംഘടിതമായ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ നിന്നെങ്കിൽ മാത്രമേ അനുഷ്ഠിക്കാൻ കഴിയൂ എന്ന കാര്യവും ഒരു വ്യവസ്ഥാപിതമായ രാഷ്ട്രത്തിന് മാത്രമേ നടപ്പാക്കാൻ കഴിയൂ എന്ന കാര്യവും ഈ 2 തലക്കെട്ടുകളിൽപ്പെട്ട വല്ല കാര്യങ്ങളും ഖുർആനും ഹദീസിലും ഉണ്ടോ? ഖുർആനും ഹദീസിലും പരിശോധിക്കുമ്പോൾ 3 വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന്, ഒരു വ്യക്തിക്ക് മറ്റാരുടെയും സഹായമില്ലാതെ സമുദായത്തിന്റെ സഹായം ആവശ്യമില്ല, രാഷ്ട്രത്തിന്റെ സഹായം ആവശ്യമില്ല, വ്യക്തിനിഷ്ഠമായി മാത്രം അനുഷ്ഠിക്കാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. ഉദാഹരണത്തിന് നമസ്കാരം, നമസ്കരിക്കണം, നമസ്കരിക്കണം. മുസ്ലിം സമുദായം ഒരു പള്ളിയും സ്ഥാപിച്ചിട്ടില്ലെങ്കിലും ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒറ്റ മുസ്ലിമും ഇല്ലെങ്കിൽ പോലും ഒരൊറ്റ വ്യക്തിക്ക് മാത്രം അയാളുടെ വീട്ടിൽ സ്വകാര്യമായി നമസ്കരിക്കാം. നോമ്പനുഷ്ഠിക്കണം, നോമ്പനുഷ്ഠിക്കുവാനുള്ള ഇലാൽ കമ്മിറ്റികൾ ഒന്നും ആവശ്യമില്ല, ഒരു കമ്മിറ്റിയും ആവശ്യമില്ല. അയാൾ റമദാൻ വരുമ്പോൾ അയാൾ നോക്കുന്നു, കാണുന്നു, ഏറ്റവും സൗകര്യം അതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഉമ്മ ആലോചിക്കുന്നില്ല, ഈ ഹിലാൽ കമ്മിറ്റി ഒന്നും പറയാൻ പോകേണ്ട കാര്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു, കണ്ടെങ്കിൽ വെക്കുന്നു, കണ്ടില്ലെങ്കിൽ വെക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ ഒരിക്കലും വ്യക്തിനിഷ്ഠമായി അനുഷ്ഠിക്കാൻ കഴിയില്ല ഒരു സംഘടിതമായ സമുദായത്തിന്റെ പിൻബലമില്ലാതെ. ഏറ്റവും പ്രധാനമാണ് നമസ്കാരം. എങ്ങനെയാണ് ഒരാൾ വ്യക്തിനിഷ്ഠമായി ജുമാഅത്ത് നമസ്കരിക്കുക? ഒരാൾ പറയാണ് ഞാൻ വ്യക്തിനിഷ്ഠമായി ജുമാഅത്ത് നമസ്കരിച്ചാൽ പോരെ, പള്ളിയിൽ വരണം എന്താണ് നിർബന്ധം? ഒരു ഇമാമിന്റെ പള്ളിയിൽ നിൽക്കണം എന്താണ് നിർബന്ധം? വ്യക്തിനിഷ്ഠമായി എങ്ങനെയാണ് ഇയാൾ ജുമാഅത്ത് നമസ്കരിക്കുക? വ്യക്തിനിഷ്ഠമായി ഇയാൾ എങ്ങനെയാണ് പെരുന്നാൾ നമസ്കരിക്കുക? ഇയാൾക്ക് പെരുന്നാൾ നമസ്കരിക്കണം. വ്യക്തിനിഷ്ഠമായി ഇയാൾ പെരുന്നാൾ നമസ്കരിച്ചാൽ പോരെ, വ്യക്തിനിഷ്ഠമായി മയ്യിത്തടക്കിയാൽ പോരെ. എല്ലാ വ്യക്തിനിഷ്ഠമായിട്ട് എങ്ങനെയാണ് മയ്യിത്തടക്കുക? മയ്യിത്തിന് പൊക്കണമെങ്കിൽ 4 പേര് വേണ്ടേ? അപ്പോഴും വേണമല്ലോ, ഒരു സംഘം വേണമല്ലോ മയ്യിത്തിനെ എടുത്തു പൊക്കുന്നതിനും കുഴിയിലേക്ക് ഇറക്കുന്നതിനും കബറിലേക്ക് ഇറക്കുന്നതിനും. ഇങ്ങനെ ഒരുപാട് വ്യക്തിനിഷ്ഠമായി നിക്കാഹത്തിന് എങ്ങനെയാണ്? അതിന് വേണമല്ലോ വേറെ വ്യക്തിയുടെ സഹായം വേണമല്ലോ. 2 വ്യക്തികൾക്ക് ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടാവും. അപ്പൊ വ്യക്തിനിഷ്ഠമായി നിർവഹിക്കാൻ കഴിയാത്ത ഒരു സംഘടിതമായ സമൂഹത്തിന്റെ പിൻബലമില്ലാതെ അവിടെ രാഷ്ട്രത്തിന്റെ ആവശ്യമില്ല, വിവാഹം നടത്താൻ രാഷ്ട്രത്തിന്റെ ആവശ്യമില്ല, ജുമുഅ നമസ്കാരം നിർവഹിക്കാൻ രാഷ്ട്രത്തിന്റെ ആവശ്യമില്ല, അതേമാതിരി പെരുന്നാൾ നമസ്കാരത്തിന് രാഷ്ട്രത്തിന്റെ ആവശ്യമില്ല. ഇങ്ങനെ രാഷ്ട്രത്തിന്റെ ആവശ്യം ഇല്ലാത്തതും എന്നാൽ വ്യക്തികൾ മാത്രം മതിയാകാത്തതുമായ ഒരു പ്രത്യേകമായ ചാപ്റ്റർ ഇസ്ലാമിലുണ്ട്. ഇത് വ്യക്തിനിഷ്ഠമായി എങ്ങനെ നിർവഹിക്കും? ഒരു സംഘടിതമായ സമൂഹത്തിന്റെ സംവിധാനമില്ലാതെ. സംഘടിതമായ സംവിധാനം ആവശ്യമാണ് എങ്കിൽ അതിന് സംഘടിതമായ നേതൃത്വം വേണം. അതിൽ ബാക്കിയുള്ളവർ ആ നേതൃത്വത്തെ അംഗീകരിച്ച് നിന്നേ പറ്റൂ.
അല്ലെങ്കിൽ ആ സംഘടനമായ സംവിധാനം ഉണ്ടാവുകയില്ല. മൂന്നാമതൊരു ചാപ്റ്റർ ഉണ്ട്. അതിനെപ്പറ്റി പറയുമ്പോഴാണ് പലപ്പോഴും ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ പ്രസ്ഥാനമായി ആരോപിക്കപ്പെടുന്നത്. ഒരു രാഷ്ട്രത്തിന് പിൻബലമില്ലാതെ നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്, വളരെ വ്യക്തമായി ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിലെ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ ഒരു രാഷ്ട്രത്തിന് പിൻബലമില്ലാതെ നടപ്പാക്കാൻ കഴിയില്ല. എന്തിനേറെ സംഘടനമായ സക്കാത്ത് പോലും ആധികാരികമായി നിയമപരമായി നടപ്പാക്കണമെങ്കിൽ രാഷ്ട്രത്തിന് പിൻബലം വേണം എന്ന് മാത്രമല്ല, ഇന്ന് മുസ്ലിം പെൺകുട്ടികൾക്ക് പാരീസിൽ ശിരോവസ്ത്രം ധരിക്കണമെങ്കിൽ അതിന് പോലും അവിടെ ഇസ്ലാമിക് രാഷ്ട്രം വന്നെങ്കിലേ നടക്കൂ എന്ന വിധത്തിൽ കാര്യം എത്തി നിൽക്കുകയാണ്. ഒരു ശിരോവസ്ത്രം ധരിക്കണമെങ്കിൽ പോലും രാഷ്ട്രം അതിൽ ഇടപെടുകയാണ്. തികച്ചും വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളിൽ പോലും രാഷ്ട്രം ഇടപെട്ടുകൊണ്ട് രാഷ്ട്രത്തിന്റെ പിൻബലം നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സമൂഹം മാറിയിരിക്കുകയാണ്. അപ്പൊ രാഷ്ട്രത്തിന്റെ പിൻബലം ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. സമുദായത്തിന്റെ പിൻബലം ആവശ്യമുള്ള, സമുദായത്തിന്റെ സാന്നിധ്യം ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഉണ്ട് എന്നാണ് വാദമെങ്കിൽ ഈ കാര്യങ്ങൾ ഈ വ്യക്തിനിഷ്ഠ ഇസ്ലാമിന്റെ ആളുകൾ എങ്ങനെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിക്കൊണ്ട് അവർ നടപ്പാക്കും? അപ്പൊ ഖുർആനും സുന്നത്തും ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് തികച്ചും വ്യക്തിനിഷ്ഠമാണ്, അതനുഷ്ഠിക്കാൻ വ്യക്തിക്ക് മാത്രം മതി, വേറെ ആരുടെയും സഹായമോ സപ്പോർട്ടോ ആവശ്യമില്ല, മറ്റാരും ബലമായി തടയാതിരുന്നാൽ മതി. രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ടത് മുസ്ലിം സമുദായത്തിന്റെ സംഘടിതമായ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടല്ലാതെ അത് നടപ്പാക്കാൻ കഴിയില്ല. അങ്ങനെ നടപ്പാക്കേണ്ടി വരുമ്പോൾ ആ സംഘടിതമായ ഉമ്മത്ത് എന്ന സംവിധാനം അവിടെയാണ് വരിക. അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധനം, ഇസ്ലാമിക പ്രവർത്തനം ഇതൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമായി നിർവഹിക്കുക? അതുകൊണ്ടാണ് ഉമ്മത്തായി നിൽക്കണം. ഉമ്മത്ത് എന്നൊരു ഒരൊറ്റ വിഷയത്തിന് വേണ്ടി സംഘടിച്ചിരിക്കുന്ന, അതിൽ നിന്നുമാണ് ഇമാം എന്നുണ്ടാവുന്നത്. ഇമാം എന്നതിൽ നിന്നുമാണ് ഉമ്മത്ത് എന്നുണ്ടാവുന്നത്. അതിൽ നിന്നാണ് ഉമ്മ എന്ന പദം. എല്ലാ മക്കളുടെയും കേന്ദ്ര ബിന്ദുവാണ് ഉമ്മ. എല്ലാ മക്കളുടെയും ആത്യന്തികമായ ലക്ഷ്യം നിർവഹിച്ചു കൊടുക്കുന്ന കേന്ദ്ര ബിന്ദു, ആശ്രയ ബിന്ദുവാണ് ഉമ്മ. അങ്ങനെയാണ് ഉമ്മ എന്ന് പറയുന്നത്. ഈ ഉമ്മത്ത് അതിന്റെയും മുകളിലേക്ക് വളർന്നുകൊണ്ടാണ് അത് റിയാസത്തും വിലായത്തുമൊക്കെയായി മാറുന്നത്. അപ്പൊ ഈ മൂന്ന് സംവിധാനം, വ്യക്തിനിഷ്ഠമായ പ്രവർത്തനങ്ങൾ, സംഘടിതമായ സമുദായത്തിന്റെ സംവിധാനം നിർവഹിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ, ഒരു രാഷ്ട്രത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ നിർവഹിക്കാൻ കഴിയുന്ന ഈ മൂന്ന് വിഭാഗം ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ജീവിത വ്യവസ്ഥയെ എങ്ങനെയാണ് വ്യക്തിനിഷ്ഠമായി നിർവഹിക്കാൻ കഴിയുക? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതാണ് ഈ വ്യക്തിനിഷ്ഠമായ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക ഇസ്ലാമിൽ. വേറെ ഒന്നുമില്ല. വാദത്തിന് സങ്കല്പിക്കുക. ഇസ്ലാമിൽ രണ്ടാമത്തെ കാറ്റഗറി ഇല്ല. സാമുദായികമായ പിൻബലം ആവശ്യമുള്ളത് ഇസ്ലാമിലില്ല. രാഷ്ട്രത്തിന്റെ പിൻബലമായ ആവശ്യമുള്ള കാര്യം ഇസ്ലാമിലില്ല. വ്യക്തിനിഷ്ഠമായ കാര്യങ്ങൾ മാത്രമേ ഇസ്ലാമിലുള്ളൂ എങ്കിലും ഒരു ചോദ്യമുണ്ട്. ആ കാര്യങ്ങൾ വ്യക്തിനിഷ്ഠമായി അനുഷ്ഠിക്കാൻ മാത്രമാണോ ബാധ്യത? അതല്ല, അത് മറ്റുള്ളവരിൽ പ്രബോധനം ചെയ്യാൻ ബാധ്യതയാണോ? ഈ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളുണ്ടല്ലോ. നമസ്കാരം ഞാൻ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? അതോ നമസ്കാരം മറ്റുള്ളവരോട് പറയുന്ന മറ്റുള്ളവരോട് നമസ്കാരത്തിന്റെ കാര്യം കൽപ്പിക്കണോ? വ്യക്തിനിഷ്ഠമായ നോമ്പ് അനുഷ്ഠിച്ചാൽ മതിയോ? ആ നോമ്പ് മറ്റുള്ളവരോട് കൽപ്പിക്കണോ? അപ്പൊ നമ്മൾ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളെ ഉള്ളൂ എന്ന് വാദിച്ചാലും ആ കാര്യങ്ങൾ നമ്മുടെ ബാധ്യത വ്യക്തിനിഷ്ഠമാണോ, സമൂഹത്തിൽ പ്രബോധനം ചെയ്യലാണോ? അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഒരു കാര്യം വിശ്വസിക്കുന്നുവെങ്കിൽ അത് അവന്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ മാത്രം പോരാ, അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ ആവശ്യമായ സംഘടനമായ, അതുകൊണ്ടാണ് എന്തിനാണ് ഈ നശിക്കാൻ പോകുന്ന സമൂഹത്തെ നിങ്ങൾ ഉപദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവർ അംഗീകരിക്കില്ലെങ്കിൽ ഇത് പറയാൻ ബാധ്യത നമുക്കുണ്ട്. ഇത് പറയാൻ ബാധ്യതയുണ്ട്. ഇത് ഞാൻ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയുള്ള വക്കാലത്തല്ല, എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. ഒരു സലഫി പ്രസ്ഥാനത്തെ വെച്ചിരിക്കുക. ഒരു സുഹൃത്ത് വിശ്വസിക്കുന്നു അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ വ്യക്തിനിഷ്ഠമായി സ്വന്തം ജീവിതത്തിൽ തവസ്സുൽ ഇസ്തിഗ്ഹാസം ഒഴിവാക്കിയാൽ മതിയോ? പോരാ. അത് ഈ സമൂഹത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായ ഒരു സലഫി പ്രസ്ഥാനത്തിൽ ചേർന്ന് അയാൾ പ്രവർത്തിക്കണം. ഇവിടെ ഞാൻ പ്രത്യേകമായ മുജാഹിദിന്റെ ഏതെങ്കിലും ഗ്രൂപ്പിന് വേണ്ടി വക്കാലത്ത് വിളിക്കുകയല്ല. ഇവിടെ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ടല്ല വിഷയം പറയുന്നു. ഒരു വ്യക്തി വിശ്വസിക്കുന്നു ഈ തവസ്സുൽ ഇസ്തിഗ്ഹാസം തെറ്റാണ്, നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടതാണ് എങ്കിൽ അയാളുടെ വ്യക്തി ജീവിതത്തിൽ ഉപേക്ഷിച്ചാൽ മാത്രം മതിയോ? സമൂഹത്തിൽ നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടിയുള്ള സംഘടനമായ പ്രവർത്തനത്തിൽ അയാൾ പങ്കെടുക്കുന്നു. അയാൾ സലഫി പ്രസ്ഥാനത്തിൽ ചേർന്ന് അതിനുവേണ്ടിയുള്ള സംഘടനമായ പരിശ്രമത്തിൽ പങ്കെടുത്തേ പറ്റൂ. വേറൊരാൾ വിശ്വസിക്കുന്നു നമസ്കാരം സലാത്തൊക്കെ സമൂഹത്തിൽ നല്ല കാര്യമാണ്, ഇയാൾ നിസ്കാരമായിട്ടിരുന്നാൽ പോരാ, സമൂഹത്തിൽ നമസ്കാരം പ്രചരിപ്പിക്കലാണ് മഹത്തെങ്കിൽ അയാൾ തദ്ദേശ മാത്രം പ്രവർത്തിക്കണം. അതാണ് കാഴ്ചപ്പാട്. അവരവരുടെ സംഘടനമായി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ വേറെ പ്രവർത്തനം രൂപീകരിക്കണം. ഇങ്ങനെ നിങ്ങൾ എടുത്തു നേരെ മറിച്ച് ഒരു പാരമ്പര്യം എന്ന രൂപത്തിൽ തവസ്സുൽ ഇസ്തിഗ്ഹാസം ഒക്കെ സുന്നത്താണ്, അതൊക്കെ മഹത്തായ കാര്യങ്ങളാണ്, അതിനെ എതിർക്കുന്ന ശ്രമങ്ങളെ ചെറുക്കേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ തവസ്സുൽ ഇസ്തിഗ്ഹാസം അനുഷ്ഠിച്ചാൽ മാത്രം പോരാ, സമസ്തയോ ദക്ഷിണയോ സംസ്ഥാനയോ ഏതെങ്കിലും ചേർന്നുകൊണ്ട് അയാൾ ആ സംഘടനമായ പ്രവർത്തനത്തിന് അയാളുടെ ദൗത്യങ്ങൾ നിർവഹിക്കാം. ഇത് ജമാഅത്ത് ഇസ്ലാമിന്റെ വേണ്ടിയാണ്. ഇസ്ലാം ഒരു സമഗ്രമായ ജീവിത വ്യവസ്ഥയാണ് എന്ന വ്യക്തി അംഗീകരിക്കുന്നുവെങ്കിൽ അത് സ്വന്തം ജീവിതത്തിൽ പുലർത്തിയാൽ മാത്രം പോരാ, അതിനുവേണ്ടിയുള്ള സംഘടിതമായ പ്രവർത്തനത്തിൽ അയാൾ പങ്കെടുത്തേ പറ്റും. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അമീർ അവരുടെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ
ഞങ്ങൾ അറബികളാണ്, ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം, അതനുസരിച്ച് ഞങ്ങൾ ജീവിച്ചുകൊള്ളാം. താങ്കളുടെ നേതൃത്വത്തോടെ ഈ സംഘടിതമായ പ്രസ്ഥാനത്തിൽ അംഗമായി യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്യേണ്ട ആളുകൾ ചെയ്യാതിരിക്കുക, ഹിജറ പോകാൻ പറയുമ്പോൾ ഹിജറ പോവുക, കന്തത്തിന് കുഴി കുത്താൻ പറയുമ്പോൾ കുഴി കുത്തുക, വാളെടുക്കാൻ പറയുമ്പോൾ വാളെടുക്കുക. ഈ ജാതി പരിപാടിക്കൊന്നും ഞങ്ങളെ കിട്ടുകയില്ല. ഞങ്ങൾ നിസ്കാരം നോമ്പൊക്കെ മുത്തക്കിങ്ങളായി ജീവിച്ചുകൊള്ളാമെന്ന് പ്രവാചകനോട് ആരെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഇസ്ലാം സ്വീകാര്യമാണോ? അവൻ പ്രവാചകന്റെ റിസാലത്ത് മാത്രം അംഗീകരിച്ചാൽ പോരാ, പ്രവാചകന്റെ ഇമാറത്ത് കൂടി അംഗീകരിക്കണം. പ്രവാചകനിൽ രണ്ട് വ്യക്തിത്വമുണ്ട്. ഒന്ന് റിസാലത്ത്, അദ്ദേഹം കൊണ്ടുവന്ന ആദർശങ്ങൾ ശരിയാണ് എന്ന വിശ്വാസമാണ് റിസാലത്ത്. രണ്ടാമത്തത് ആ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ദൗത്യമാണ് അവരെ തസ്കിയത്തോട് വളർത്തിക്കൊണ്ടുവരിക. ഇത് ഇമാറത്താണ്. അതുകൊണ്ടാണ് പ്രവാചകന്റെ റിസാലത്ത് മാത്രം അംഗീകരിച്ചാൽ പോരാ, പ്രവാചകന്റെ ഇമാറത്തും അംഗീകരിക്കണം. പ്രവാചകന് ശേഷം റിസാലത്ത് അവസാനിച്ചു, ഇമാറത്ത് അവസാനിച്ചിട്ടില്ല. ഇമാറത്ത് അവസാനിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനോടുകൂടി അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചു. വേദഗ്രന്ഥങ്ങൾ കുറച്ച് അയച്ചുള്ളൂ, പ്രവാചകന്മാരെ കൂടുതൽ അയച്ചു. കാരണം നേതൃത്വത്തിന് നിർണായകമായ പങ്കുണ്ട്. പല സമുദായങ്ങളോടും കഴിഞ്ഞുപോയ വേദഗ്രന്ഥം അനുസരിച്ച് ജീവിക്കാനാണ് പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പിൻപറ്റാൻ പുതിയ പ്രവാചകന്മാരെ അയച്ചു കൊടുത്തു. അപ്പൊ അല്ലാഹു തആല എന്തിനാണ് ഈ ഖുർആനും പ്രവാചകന്മാരെ അയച്ചത്? ആദർശം മാത്രം പോരാ, സമൂഹത്തിന് ശക്തമായ നേതൃത്വം ആവശ്യമുണ്ട്. അതുകൊണ്ട് വ്യക്തിനിഷ്ഠമായ ഇസ്ലാമിക പ്രവർത്തനം, വ്യക്തിനിഷ്ഠമായ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് സംഘടിതമായ മൂവ്മെന്റുകളെ തകർക്കാൻ ഇന്നത്തെ സാമ്രാജ്യത്വത്തിന്റെ ഗൂഢാലോചന കേരളം പോലുള്ള പ്രദേശങ്ങളെ അനുകൂലമായ പശ്ചാത്തലത്തിൽ പ്രചരിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇസ്ലാമികമല്ല എന്നാണ് ഇവിടെ വ്യക്തമായും ഖണ്ഡിതമായി പറയാൻ ഉദ്ദേശിക്കുന്നത്.